Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഗിവൺ ബിലോ ടു സ്റ്റേറ്റ്മെന്റ്, രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. And agricultural conditions in Gangetic Basin were vastly different from those of Indus culture. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? അതായത് ഗാൻജറ്റിക് ബേസിൽ ഫോളോ ചെയ്തിരുന്ന അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, അഗ്രികൾച്ചർ കണ്ടീഷൻ എന്താണ് ഇൻഡസ് കൾച്ചറിൽ നിന്നും വളരെ വ്യത്യാസമാണെന്നാണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 നോക്കുക, കനാൽസ് ഡൈക്സ് were of great significance in Gangetic base. അതായത് ഗാൻജറ്റിക് ബേസിൽ കനാലും ഡൈക്കും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കൃഷി നടത്തിയിരുന്നതെന്നാണ് ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പോൾ ഈ കനാലും ഡൈക്സിനൊക്കെ അവിടെ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നതാണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിലേതാണ് ശരി എന്നൊക്കെ നോക്കാം, ശരി തെറ്റെന്ന് നോക്കാം. ആൻഡ് ഇതിന്റെ ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ് എന്നാണ്. അതായത് അഗ്രികൾച്ചറൽ കണ്ടീഷൻസ് ഇൻ ഗാൻജറ്റിക് ബേസിൻ were different from those of the Indus culture. ഓക്കെ, അത് ശരിയാണ്. അതായത് ഇൻഡസ് കൾച്ചറിൽ നിന്നും വളരെ വ്യത്യാസമാണ് ഗാൻജറ്റിക് ബേസിൽ അഗ്രികൾച്ചർ കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ജോഗ്രഫിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് കനാൽസ് ഡെക്സ് were of great significance in Gangetic basin. അല്ല, ഗാൻജറ്റിക് ബേസിനില്ല കൃഷി നടത്തുന്നതിന് കനാലും ഡൈക്സും ഒന്നും അധികം ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. സിഗ്നിഫിക്കന്റ് ആയിരുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് മാത്സ് ദ ലിസ്റ്റ് ആണ്. ആൻഡ് കുറച്ച് ലാംഗ്വേജിന്റെ ഒരു ഓർഡറും ആൻഡ് അതിന്റെ പീരീഡുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേദിക് ടെക്സ്റ്റ്, സംഘം ലിറ്ററേച്ചർ, പ്രാകൃത് ആസ് ലിംഗ ഫ്രാങ്ക, സാൻസ്ക്രിറ്റ് ആസ് എ സ്റ്റേറ്റ് ലാംഗ്വേജ് ആൻഡ് ഇയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, വേദിക് ടെക്സ്റ്റിന്റെ പീരീഡ് നമുക്കറിയാം. ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷൻ 3 നോക്കുക, എന്താണ് 1500 തൊട്ട് 500 BC വരെയാണ്. അത് നമുക്ക് വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെയാണ് ആ പീരീഡ്. അപ്പൊ നമുക്ക് A3 വരുന്ന ഓപ്ഷൻസ് എടുക്കാം. എന്താണ് 2 ഒഴികെ ബാക്കി എല്ലാത്തിലും ഓപ്ഷൻ എ ആണ് 3 കോമ്പിനേഷൻ വരുന്നത്. ആൻഡ് വേറൊന്നും എടുക്കാം, എന്താണ് പ്രാകൃത ലിംഗ ഫ്രാങ്ക. പ്രാകൃത ലിംഗ ഫ്രാങ്ക ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏത് പീരീഡിലായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് ഏകദേശം ഈ മൗര്യൻ എംപയർ ഒക്കെ നിൽക്കുമ്പോൾ അവിടുത്തെ ഈ ഇൻസ്ക്രിപ്ഷൻസും മൗര്യൻ പീരീഡിൽ റോക്കി ഡിക്സ് ഒക്കെ എഴുതാനൊക്കെ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് കൂടുതലും പ്രാകൃതൊക്കെയായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെയാണ് ഈ പ്രാകൃത് ലിംഗ ഫ്രാങ്ക ആയിട്ട് പ്രൊമിനന്റ് ആയിട്ട് നിന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് 3rd century BC അല്ലേ? അപ്പൊ നമുക്ക് പ്രാകൃത ലിംഗ ഫ്രാങ്ക സി 2 കൊടുത്താലോ അല്ലെ? അപ്പൊ നമ്മൾ ഓപ്ഷൻ സിക്ക് 2 കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എന്നാണ് ഇവിടെ ഓപ്ഷൻ സി 2 ആയിട്ട് വരുന്ന ഒരൊറ്റ കോമ്പിനേഷനെ വരുന്നുള്ളൂ 3. അപ്പൊ നമ്മൾ A3 കിട്ടി ആൻഡ് സി എന്ന് പറയുന്നത് 2 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ളത് കൂടി നോക്കാം. അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സാൻസ്ക്രിറ്റ് ആസ് എ സ്റ്റേറ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു AD 4th century ആൻസർ ആയിട്ട് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ എന്താണ് ഗുപ്ത എംപയറോട് വരുന്നതോട് കൂടിയാണ് സാൻസ്ക്രിറ്റ് ആസ് എ സ്റ്റേറ്റ് ലാംഗ്വേജ് ആയിട്ട് വളരുന്നത്. ഗുപ്ത പീരീഡിലാണ് സാൻസ്ക്രിറ്റിന്റെ വളർച്ച നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം AD 4th onwards എന്ന് പറയുന്നത് അതിനെ മാച്ച് ചെയ്യുന്നതാണ്. ആൻഡ് എന്താണ് ലാസ്റ്റ്ലി സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഓപ്ഷൻ, അതായത് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 300 BC തൊട്ട് AD 600 വരെയും പോകുന്നു. അപ്പൊ നമ്മുടെ ഉത്തരം നമുക്ക് നോക്കാം അത് തന്നെയാണോ എന്ന്. അതെ, എന്താണ് ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. A3, B1, C2 ആൻഡ് D4. ഒന്നുകൂടി പറയുകയാണെങ്കിൽ വേദിക് ടെക്സ്റ്റിന്റെ പീരീഡ് 1500 തൊട്ട് 500 BC, സംഘം ലിറ്ററേച്ചർ 300 BC തൊട്ട് 600 AD, പ്രാകൃത് ആസ് എ ലിംഗ്വ ഫ്രാങ്ക 3rd BC, സാൻസ്ക്രിറ്റ് ആസ് എ ലാംഗ്വേജ് AD 4 onwards ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ്, ബ്രഹ്മദയ ആൻഡ് ടെമ്പിൾസ് were important players in the restructuring of the economy during Chola period. And statement 2 നോക്കുക, it was a result of their administrative and functional control over productivity. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 നോക്കാം. എന്താണ് ബ്രഹ്മദയാസും ടെമ്പിൾസ് എന്ന് പറയുന്നത് എന്താണ് ചോള പീരീഡില് ഇക്കോണമിയുടെ റീസ്ട്രക്ചറിന് വേണ്ടിയിട്ട് വളരെ വലിയ റോളാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. ശരിയല്ലേ?
ചോള പീരീഡ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ടെമ്പിൾ ആൻഡ് ഈ ഇത്തരത്തിലുള്ള ബ്രഹ്മദേയ ലാൻഡുകളൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊമിനന്റ് റോളിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ടാണ് വളർന്നു വരുന്നത്. ഇപ്പം ടെമ്പിൾ ആണെങ്കിൽ ഒരു സോഷ്യോ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആ സമയത്ത്. അപ്പോൾ ടെമ്പിൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്നാണ് ആ സമയത്ത് അറിയപ്പെടുന്നത്. അതായത് ഒരു ടെമ്പിളിനെ ചുറ്റിപ്പറ്റി കുറെ സെറ്റിൽമെന്റ്സ് ഉണ്ടാവും. അവിടുത്തെ ആളുകൾ ഈ ടെമ്പിളിൽ നിന്നും കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ടെമ്പിളിനെ ചുറ്റിപ്പറ്റിയുള്ള ജോലികൾ ചെയ്ത് വരുമാനം കൊണ്ട് അവര് അവിടെ വളർന്നു വന്ന ഒരു സെറ്റിൽമെന്റ് ആയിരുന്നു. അപ്പൊ അവിടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇക്കോണമി, അതായത് ഒരു സബ് ഇക്കോണമി തന്നെ ഈ ടെമ്പിളിനെ ചുറ്റിപ്പറ്റി വളരുന്നുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 നോക്കൂ. ഇറ്റ് വാസ് എ റിസൾട്ട് ഓഫ് ദിയർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫങ്ഷണൽ കൺട്രോൾ ഓവർ പ്രൊഡക്ടിവിറ്റി. ഒബ്വിയസ്ലി ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇക്കോണമിയുടെ റീസ്ട്രക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഈ ഇത്രയും വലിയ റോള് ഈ ടെമ്പിളും ബ്രഹ്മദേയാസും പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? ഈ പ്രൊഡക്ടിവിറ്റിന്മേലുള്ള അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫങ്ഷണൽ കൺട്രോൾ കൊണ്ടാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, എന്നാണ് ആ സമയത്ത് ടെമ്പിൾ ഒക്കെ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഓഫ് സെറ്റിൽമെന്റ്സ് ആണ്, സെന്റർ ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് they were hub of economic, social and cultural life. അപ്പൊ both statement 1 and statement 2 are correct. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The center of manuscript production in Mughal India was known as. മുഗൾ ഇന്ത്യയിലെ മാനുസ്ക്രിപ്റ്റ് പ്രൊഡക്ഷന്റെ സെന്ററിനെ അറിയപ്പെട്ടിരുന്ന ടേം ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഫിൽഖാന, ഷുതർഖാന, ഫറഷ് ഖാന ആൻഡ് കിതാബ്ഖാന. അപ്പൊ നമുക്ക് കൂടുതൽ കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്യുന്ന ടേം എന്താണ്? ഫോർത്ത് ഓപ്ഷൻ ആണ്. ഫോർത്ത് ഓപ്ഷൻ ആണോ ആൻസർ എന്ന് നോക്കാം. അതേ ഫോർത്ത് ഓപ്ഷൻ കിതാബ് ഖാനയാണ് ആൻസർ. മുഗൾ പീരീഡില് ഈ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ തന്നെ തയ്യാറാക്കിയിരുന്നത് കിതാബ് ഖാനയിൽ വെച്ചിട്ടാണ്. ആൻഡ് മുഗൾ പീരീഡ് തയ്യാറാക്കിയിരുന്ന എല്ലാ ബുക്സും തന്നെ മാനുസ്ക്രിപ്റ്റുകളാണ്, അതായത് ഹാൻഡ് റിട്ടൺ ആണ്. കുറെ സമയമെടുത്ത് എഴുതിയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആൻഡ് ഒരു കൃത്യമായ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഓരോ മാനുസ്ക്രിപ്റ്റ്സും തയ്യാറാക്കപ്പെട്ടിരുന്നത്. ആൻഡ് അതിന്റെ സെന്റർ ആണ് ഈ കിതാബ് ഖാന. കിതാബ് ഖാന അറ്റ് ദി ടൈം ലൈബ്രറി ആൻഡ് ഓൾസോ എ സ്ക്രിപ്റ്റോറിയം കൂടിയാണ്. ആൻഡ് നമുക്കിവിടെ ഈ മാനുസ്ക്രിപ്റ്റ് പ്രൊഡക്ഷന്റെ പ്രോസസ്സ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പേപ്പർ മേക്കേഴ്സ് പ്രിപ്പയർ ദ ഫോളിയോസ് ഓഫ് മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് സ്ക്രൈബ്സ് ഓർ കാലിഗ്രാഫർ കോപ്പിഡ് ദ ടെക്സ്റ്റ്. Gilders illuminated the pages, miniature painter illustrated the scenes from the text, and book binders finally ഈ എല്ലാ ഫോളിയോസും ഗ്യാദർ ചെയ്ത് അതിനെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു മാനുസ്ക്രിപ്റ്റിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നു. ഇത്രയും പ്രോസസ്സ് കടന്നു പോയിട്ടാണ് ആൻഡ് പല ടൈപ്പ് ഓഫ് ആളുകളുടെ അധ്വാനത്തിലൂടെയാണ് ഇങ്ങനെ ഒരു മാനുസ്ക്രിപ്റ്റ് അവസാനം കിതാബ് ഖാനയിൽ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതും ലിസ്റ്റ് മാച്ച് ചെയ്യാനാണ്. ഇവിടെ കുറച്ച് ടേമുകൾ തന്നിട്ടുണ്ട്, അതിന്റെ അർത്ഥവും അല്ലെങ്കിൽ അതിന്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കിത് മാച്ച് ചെയ്യാം. ആൻഡ് ജാഗിർ, ദിവാൻ, ദേശ്പാണ്ഡെ, ഫറഷ് ഖാന, ഇങ്ങനെ ടേമുകളാണ്. ഇതൊക്കെ തന്നെ മെഡീവൽ പീരീഡിൽ ഉപയോഗിച്ചിരുന്ന ടേമുകളാണ്. ആൻഡ് പോലീസ് ഓഫീസ്, highest civilian office in kingdom, a grant for the maintenance of troops and record keeper for a pargana. നോക്കുക, അതിൽ ജാഗിർ എന്താണ് എന്നുള്ള ടേം നമുക്കറിയാലേ. ജാഗിർ എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ 3 ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എ ഗ്രാൻഡ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ട്രൂപ്സ്, അതായത് ട്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു ലാൻഡ് ഗ്രാൻഡ് ആണ് ജാഗിർ. അതായത് ഒരു ഓഫീസർ ചെയ്യുന്ന സർവീസിന് പകരമായിട്ട് ആൾക്ക് കൊടുക്കുന്ന ലാൻഡ് ആണ് ജാഗിർ. ആൻഡ് അതേസമയം ഈ വ്യക്തി, ഈ ജാഗിർ കൈവശം വെക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് ട്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി കൊടുക്കുന്ന ഒരു ഗ്രാൻഡ്, അതാണ് ജാഗിർ. അപ്പൊ നമ്മള് ഓപ്ഷൻ എ എന്ന് പറയുന്നത് 3 ആയിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം, 1ഉം 4ഉം നമുക്ക് എടുക്കാം. ആൻഡ് ഇതില് ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇവിടെ ദിവാൻ എന്ന് പറയുന്ന പോസ്റ്റ് എന്താണ്? ഇവിടെ പോലീസ് ഓഫീസ് ആണോ? അല്ല. ആൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓഫീസ് ഇൻ കിങ്ഡം?
ഓക്കെ, കൺസിഡർ ചെയ്യാവുന്നതാണ്. റെക്കോർഡ് കീപ്പർ ആണോ ഫോർട്ട് പർഗാന? അല്ല. എന്നാണ് ദിവാനാണ് എന്ന് പറയുന്നത് എന്തോ ഓപ്ഷൻ 2 ഹയസ്റ്റ് സിവിലിയൻ ഓഫീസ് ഇൻ കിങ്ഡം. കിങ്ഡത്തിലെ ഏറ്റവും വലിയ സിവിലിയൻ ഓഫീസ് ആണ് എന്ത്, ഹയസ്റ്റ് ഓഫീസ് ആണ് ദിവാന്റേത് എന്ന് പറയുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്നത് 2 എടുക്കാം. അപ്പം ഇവിടെ ബി 2 വരുന്നത് ഓപ്ഷൻ 4 ആണ്. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഓപ്ഷൻ 4 ആയിട്ട് 4നെ നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അത് തന്നെയാണ് ഉത്തരം എന്ന് നമുക്ക് നോക്കാം. എന്നാണ് ഓപ്ഷൻ 4 ആണ് A3, B2, C4 and D1. അതായത് ജാഗിർ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ട്രൂപ്സ് ആണ്. ആൻഡ് ദിവാൻ ഹയസ്റ്റ് സിവിലിയൻ ഓഫീസ് ഇൻ കിങ്ഡം. ദേശ്പാണ്ഡെ ആരാണ്? റെക്കോർഡ് കീപ്പർ ഫോർ പർഗാന. അതായത് മൊത്തം എംപയറിനെ നമ്മൾ പല ഡിവിഷൻ ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ പർഗാനകളിലെ റെക്കോർഡ് കീപ്പറിനെയാണ് ദേശ്പാണ്ഡെ എന്നറിയപ്പെടുന്നത്. ആൻഡ് ഫറക്ഷാന എന്ന് പറയുന്നതാണ് പോലീസ് ഓഫീസർ. അപ്പൊ ഈ ടേമുകൾ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അടുത്തതും മാസ്തലിസ്റ്റ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് കുറച്ച് ഓതേഴ്സും ആൻഡ് അവരുടെ വർക്കുകളുമാണ്. ഇത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാനാണ്. ആൻഡ് മെഡീവൽ പീരീഡിൽ വന്നിരുന്ന പ്രധാനപ്പെട്ട വർക്കാണ് ബാണവട്ട, സന്ധ്യാകാര, ബിൽഹണ ആൻഡ് കൽഹണ. ഇവിടെ വർക്കുകൾ വിക്രമാംഗ ചരിത, രാജതരംഗിണി, ഹർഷചരിത ആൻഡ് രാമചരിത. ഓക്കെ, നമ്മൾ ഇത് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം കൽഹണ. കൽഹണയുടെ രാജതരംഗിണി കാശ്മീരിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതലും പഠിച്ചിരിക്കുന്ന ഒരു വർക്കും ഓതറുമാണ് കൽഹണ എന്ന് പറയുന്നത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് നമുക്ക് 2 കണക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 2 ഓപ്ഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. 1ഉം 3ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത വർക്കിലേക്ക് പോവാം. എന്താണ് ബാണവട്ട. ബാണവട്ടയുടെ വർക്ക് ഇതിൽ ഏതായിരിക്കും? ഹർഷചരിത അല്ലെ? എന്താണ് ഹർഷന്റെ പറ്റിയിട്ട് പറയുന്ന ഒരു വർക്കാണ് ഹർഷചരിത ഓഫ് ബാണവട്ട. അപ്പോൾ എ എന്ന് പറയുന്നത് 3 ആയിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ ഓപ്ഷൻസ് 2 കൺസിഡർ ചെയ്ത് വെച്ചിരുന്നു, 2ഉം 4ഉം. അതിൽ A3 കണക്ഷൻ വരുന്നത് എന്താണ്? ഓപ്ഷൻ 4 ആണ്. അപ്പൊ നമുക്ക് അതാണോ ഉത്തരം എന്ന് നോക്കാം. ഓക്കെ, ഓപ്ഷൻ 4 ആണ് ആൻസർ വന്നേക്കുന്നത്. A3, B4, C1 ആൻഡ് D2. അതായത് ബാണഭട്ട എഴുതിയിട്ടുള്ളത് ഹർഷചരിതയാണ്, സന്ധ്യാകാര നന്ദി രാമചരിത, ബിൽഹണ വിക്രമാംഗ ദേവചരിത ആൻഡ് കൽഹണ രാജതരംഗിണി. ആൻഡ് ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹർഷചരിത ബാണഭട്ട എഴുതുന്നത് എന്താണ് കോട്ട് പോയിറ്റ് ഓഫ് ഹർഷ വർദ്ധനയാണ് ഈ ബാണഭട്ട. ആൻഡ് ഇതൊരു സാൻസ്ക്രിറ്റ് വർക്കാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ മറ്റു വർക്കുകൾ പറയുകയാണെങ്കിൽ കാദംബരി, പാർവതി പരിണയ, ചന്ദിക സതക എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ്. ആൻഡ് സന്ധ്യാകാര നന്ദി അദ്ദേഹത്തിന്റെ വർക്കാണ് രാമചരിത. ഇതൊരു സാൻസ്ക്രിറ്റ് എപ്പിക് പോയമാണ്. അദ്ദേഹം പാല ഡൈനാസ്റ്റിയിലെ ഒരു കോട്ട് പോയിറ്റ് ആണ്. ആൻഡ് ബിൽഹണന്റെ വിക്രമാംഗ ദേവചരിത, അതായത് 11th സെഞ്ചുറി കാശ്മീരി പോയിറ്റ് ആണ് ബിൽഹണ. അദ്ദേഹത്തെ പാട്രണൈസ് ചെയ്യുന്നത് വിക്രമാദിത്യ 6 ഓഫ് ചാലുക്യ ഡൈനാസ്റ്റി. ഈ വിക്രമാദിത്യനെ പറ്റിയിട്ടുള്ള വർക്കാണ് ഇദ്ദേഹത്തിന്റെ വിക്രമാംഗ ദേവചരിത എന്ന് പറയുന്നത്. ബിൽഹണന്റെ മറ്റു വർക്കാണ് ചൗരപഞ്ചാക്ഷികയും ആൻഡ് കർണസുന്ദരി എന്ന് പറയുന്നത്. ആൻഡ് കൽഹണയുടെ രാജതരംഗിണിയാണ് കാശ്മീരിന്റെ ഹിസ്റ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് ഇദ്ദേഹത്തെ പാട്രണൈസ് ചെയ്തിട്ടുള്ള കാശ്മീരി റൂളേഴ്സ് എന്ന് പറയുന്നത് സിഹർഷയും ജയ്സിംഗുമാണ്. ആൻഡ് ഇത് സാൻസ്ക്രിറ്റ് വർക്കാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അസേർഷൻ എന്താണ്? തെലുഗു ഡൈഡാറ്റിക് പോയം അമുക്തമാല്യത വാസ് കമ്പോസ്ഡ് ബൈ കൃഷ്ണദേവറായ. അപ്പൊ അതിന്റെ റീസൺ ആയിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് വാസ് കമ്പോസ്ഡ് ടു അട്രിബ്യൂട്ട് ഇമ്പോർട്ടൻസ് ടു ഫോറിൻ ട്രേഡ്. ഓക്കെ, നോക്കാം. എന്താണ് ഈ തെലുഗു ഡൈഡാക്റ്റിക് പോയം അമുക്തമാല്യത? അത് എഴുതിയിട്ടുള്ളത് ആരാണ്? കൃഷ്ണദേവറായാണ്. ആരാണ് കൃഷ്ണദേവറായ? അദ്ദേഹം വിജയനഗര എംപറർ ആണ്. ലിറ്ററേച്ചറിനൊക്കെ എന്താണ് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ആൻഡ് പാട്രണൈസ് ചെയ്തിട്ടുള്ള റൂളർ ആണ്. പ്രത്യേകിച്ചും തെലുഗു കന്നഡ ലിറ്ററേച്ചർ വർക്കൊക്കെ ധാരാളം പാട്രണൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹം സ്വയം കമ്പോസ് ചെയ്തിട്ടുള്ള വർക്കാണ് അമുക്തമാല്യത എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതൊരു ഡൈഡാക്റ്റിക് പോയമാണ് തെലുഗുവിലുള്ള. ആൻഡ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അട്രിബ്യൂട്ട് ദ ഇമ്പോർട്ടൻസ് ടു ദ ഫോറിൻ ട്രേഡ്. എന്നാണ് ഫോറിൻ ട്രേഡിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ആ വർക്ക് കമ്പോസ് ചെയ്തിട്ടുള്ളത്? ആവാൻ ചാൻസ് ഇല്ല. അല്ല, അത് ആ സ്റ്റേറ്റ്മെന്റ് ആ റീസൺ എന്ന് പറയുന്നത് അതിനോട് യോജിച്ചു പോകുന്നുമില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റുമാണ്. ആൻഡ് ഇത് ഈ അസേർഷനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് അതിനെ എടുക്കാനും കഴിയില്ല.
ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുവാണെങ്കിൽ എങ്ങനെയാണ് ഉത്തരം വരുന്നത്? എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് നമ്മൾ ഈ വർക്ക് അമുക്തമാല്യത കൃഷ്ണദേവറായ എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ അത് ട്രേഡിനെ പറ്റിയിട്ടൊന്നുമല്ല, ട്രേഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറയുന്ന വർക്കും അല്ല. ആൻഡ് കൃഷ്ണദേവറായ 1509 1529 കാലഘട്ടത്തില് വിജയനഗര എംപറർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് തുളുവ ഡൈനാസ്റ്റി ആണ്. തുളുവ ഡൈനാസ്റ്റിയിൽ നിന്ന് വരുന്ന മൂന്നാമത്തെ മൊണാർക്കാണ് കൃഷ്ണദേവറായ. അദ്ദേഹം ഓൾസോ നോൺ ആസ് ആന്ധ്രഭോജ. ആൻഡ് ഇദ്ദേഹത്തിന്റെ പീരീഡ് വിജയനഗരം സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട 2 ഫോറിനേഴ്സ് ആണ് ഡൊമിംഗോ പയസും ദുവാർത്തെ ബാർബോസ എന്ന് പറയുന്നത്. ആൻഡ് ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ പീരീഡിൽ നമുക്ക് തെലുങ്കു ലിറ്ററേച്ചറിന്റെ ഒരു ഗോൾഡൻ ഏജ് എന്ന് തന്നെ പറയാം. ആൻഡ് അദ്ദേഹത്തിന്റെ ഈ പ്രധാനപ്പെട്ട തെലുഗു വർക്കാണ് ഈ പോയമായിട്ടുള്ള അമുക്തമാല്യത എന്ന് പറയുന്നത്. ഇത് കൂടാതെ അദ്ദേഹം സാൻസ്ക്രിറ്റിലും വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹം സാൻസ്ക്രിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രധാന വർക്കുകളാണ് മദാലസ ചരിത ആൻഡ് സത്യവധു പരിണയ ആൻഡ് രസമഞ്ജരി ആൻഡ് ജാംബവതി കല്യാണ. ഓക്കെ, ആൻഡ് ഇദ്ദേഹത്തിന്റെ വർക്ക് പ്രധാനമായിട്ടും എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഇറ്റ്സ് എ ലെജൻഡറി ലവ് സ്റ്റോറി ഓഫ് ലോർഡ് കൃഷ്ണ ആൻഡ് ഡിവോട്ടി ആണ്ടാൾ. ആണ്ടാൾ എന്ന് പറയുന്ന ഒരു കൃഷ്ണ ഡിവോട്ടിയും, ആണ്ടാൾ നമ്മൾക്കറിയാം വൈഷ്ണവ ഭക്തി സെയിന്റ് ആണ്. ആണ്ടാളും ആൻഡ് ലോർഡ് കൃഷ്ണയും തമ്മിലുള്ള ആ ഒരു ലെജൻഡറി ലവ് സ്റ്റോറിനെ പറ്റി പറയുന്നതാണ് ഈ ഒരു മുക്തമാല്യത എന്ന് പറയുന്ന വർക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് സോന്തർ? എന്താണ് സോന്തർ എന്ന ടേമിന്റെ അർത്ഥം? ഓപ്ഷൻസ്: ഗേറ്റ് വേ, അഗ്രികൾച്ചറൽ ലോൺസ്, അൺകൾട്ടിവബിൾ ലാൻഡ് ആൻഡ് പണിഷ്മെന്റ്. ഇതില് കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ 2 അഗ്രികൾച്ചറൽ ലോൺസ് ആണ് കറക്റ്റ്. അഗ്രികൾച്ചറൽ ലോൺസിനെയാണ് സോന്തർ എന്ന് പറഞ്ഞിരുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ അഗ്രികൾച്ചറൽ ലോണുകൾ കൊടുത്തിരുന്നത്? ടു ഇൻക്രീസ് ഏരിയ അണ്ടർ പ്ലൗ ആൻഡ് ഫോർ ഡിഗിങ് വെൽസ് ഫോർ ഇറിഗേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഹോമോസ്, ഇല്യഡ് ആൻഡ് ഒഡീസി, സുത്ത നിപത ആൻഡ് ഋഗ്വേദ, ബ്രാഹ്മണാസ് ആൻഡ് ഇന്ദിക. ഇതില് ഏതാണ് നമ്മൾ ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യം വരുന്നത്? ഓക്കെ, ആൻഡ് നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓപ്ഷൻ 1 CDAEB ആണ് കറക്റ്റ് ആൻസർ. അതായത് ഫസ്റ്റ് വരുന്നത് ഋഗ്വേദയാണ്. ഋഗ്വേദ കമ്പൈൽ ചെയ്യുന്നത് നമുക്കറിയാം 1500 1000 BC പീരീഡിലാണ്. പിന്നെ വരുന്നത് എന്താണ്? ബ്രാഹ്മണാസ് ആണ്. അതായത് ഋഗ്വേദന്റെ എക്സ്പ്ലനേഷൻ തരുന്ന വർക്കുകളാണ് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. ആൻഡ് അതൊക്കെ കമ്പൈൽ ചെയ്യുന്നത് 900 to 700 BC പീരീഡിലാണ്. ആൻഡ് ഹോമറിന്റെ ഇല്യഡും ഒഡീസിയും കമ്പൈൽ ചെയ്യപ്പെടുന്നത് 8 to 7 BC-യിലാണ്. ആൻഡ് ഇന്ദിക എഴുതുന്നത് 3rd century BC-യിലും. ആൻഡ് സുത്ത നിപത ഇതിനൊക്കെ ശേഷം ഒരു AD പീരീഡിലൊക്കെയാണ് സുത്ത നിപത. കുറച്ചുകൂടി ശേഷമാണ് അവർക്ക് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ സുത്ത നിപത എന്ന് പറയുമ്പോൾ എന്താണ്? സുത്തപീഠക, ബുദ്ധിസ്റ്റ് വർക്കിലെ സുത്തപീഠകയിൽ വരുന്നതാണ് ഈ സുത്ത നിപത എന്ന് പറയുന്നത്. അപ്പോൾ സുത്തപീഠകയ്ക്ക് കുറെ സമയം കഴിഞ്ഞിട്ട് വരുന്ന വർക്കുകളാണ്, ബുദ്ധിസത്തിൽ വരുന്ന വർക്കുകളാണ്. ഓക്കെ.